ആരാധനയ്ക്ക് ഒരു സീസൺ ഉണ്ടോ? യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായം 23-ാമത്തെ വാക്യം അങ്ങനെ ഒരു ചിന്തയല്ലേ നമുക്ക് നൽകുന്നത്? എ ടൈം വിൽ കം എന്ന് ആംപ്ലിഫൈഡ് വേർഷനിലും ബട്ട് ദ ഓർ കം എന്ന് സാധാ ട്രാൻസ്ലേഷനിലും കാണുന്നു. ഒരു സമയം വരുന്നു, വന്നു കഴിഞ്ഞിരിക്കുന്നു. എ ടൈം വിൽ കം, however indeed it is already here, when the true genuine worshippers will worship the Father in spirit and in truth, reality. For the Father is seeking just such people as these as his worshippers. കർത്താവിനെ ഞാൻ സ്തുതിക്കുന്നു, കർത്താവിനെ ഞാൻ സ്തുതിക്കുന്നു, കർത്താവിനെ ഞാൻ സ്തുതിക്കുന്നു. സാധാരണക്കാർക്ക് മനസ്സിലാകാതിരിക്കുന്നതും തെറ്റിദ്ധാരണയ്ക്ക് സാധ്യതയുള്ളതുമായ ഒരു വേദഭാഗം നാം ധ്യാനിക്കുകയാണ്. ആരാധനയ്ക്കൊരു സീസണുണ്ടോ? ഉണ്ട്. എന്താണ് ആ സീസണിൻ്റെ പ്രത്യേകത? തൃത്വത്തിൽ മൂന്നാമനായ ദൈവമായ പരിശുദ്ധ റൂഹ നമ്മിൽ വന്ന് നമ്മെ ആരാധനയ്ക്കായി സഹായിക്കുകയും ബോധവൽക്കരിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുന്ന ഒരു സീസൺ ഇതാണ്. ഇതിനു മുമ്പ് അതില്ല. ഇന്ത്യയുടെ പ്രസിഡൻറ്റിനെ എനിക്കൊന്നും അറിയില്ല. നാളെ അദ്ദേഹത്തെ ഒന്ന് ബഹുമാനിക്കേണ്ടി വന്നാൽ ഞാൻ ആരോടെങ്കിലും ചോദിച്ച് ആ മാന്യവനിതയെപ്പറ്റി പഠിക്കണം. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെപ്പറ്റി അല്പം അറിയാം. അമേരിക്കയുടെ പ്രസിഡൻറ്റിനെ പറ്റി ഒന്നും അറിയില്ല. സർവശക്തനായ ദൈവത്തെപ്പറ്റി എനിക്കെന്തറിയാം? എല്ലാം അറിയാവുന്ന പരിശുദ്ധാത്മാവ്, ദൈവമാത്മാവാണ്. അവൻ എന്നിൽ വന്നിട്ട്, എന്നിൽ നിറഞ്ഞിട്ട്, എൻ്റെ ഉള്ളിൽ ബോധം തന്നിട്ട്, എന്നെ ശക്തീകരിച്ചിട്ട്, എന്നെ ആരാധനയ്ക്കായി പ്രാപ്തനാക്കുന്ന ആ സീസൺ ഇതാണ്. പെന്തക്കോസ്ത് നാളിൽ അപ്പോസ്തല പ്രവൃത്തി 2:1 പരിശുദ്ധ അരൂപിയുടെ ആരോഹണം, അതിൻ്റെ ശക്തി, അതിൻ്റെ ആ നിറവ്, ഇവയെല്ലാം നാം അനുഭവിച്ചു. അതിനുശേഷമുള്ള ആരാധന വ്യത്യാസമാണ് എൻ്റെ പ്രിയ സഹോദരങ്ങളെ. അതിനു മുമ്പും ആരാധനയുണ്ടായിരുന്നു, പക്ഷേ ഈ ഒരു സീസൺ വന്നിട്ടില്ല. ആരാധിക്കേണ്ടതുപോലെ ആരാധിക്കുവാൻ, ആരാധനയുടെ യഥാർത്ഥ മാധുര്യം അനുഭവിപ്പാൻ, ആരാധനയുടെ സന്തോഷം അനുഭവിപ്പാൻ, കൊതി തീരാത്ത, മതി വരാത്ത ആരാധനയുടെ അമൂല്യ നിമിഷങ്ങൾ നമുക്ക് സമ്മാനിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ഈ സീസണിലാണ്. അത് ഈ സീസണിൻ്റെ പേര് ദ സീസൺ ഓഫ് ഹോളി സ്പിരിറ്റ് എന്നാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ആത്മനിറവിലല്ലാത്ത, ആത്മാവ് കൊണ്ടല്ലാത്ത, ആത്മാവിനാലല്ലാത്ത ഒരാരാധനയും ആരാധനയേ അല്ല. ബുദ്ധി കൊണ്ട്, അറിവ് കൊണ്ട്, ജ്ഞാനം കൊണ്ട് ഒക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷെ ആരാധന ആത്മാവിൽ ആകും. അതാണ് സീസൺ ഓഫ് വർഷിപ്പ്.